എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കർക്കിടക മാസം വരാറായി. അപ്പോൾ ഈ ഒരു മാസം വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ആരും മറക്കരുതേ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വീട് പൂർണ്ണമായിട്ടും ശുദ്ധിയാക്കുക. കാരണം നമുക്കറിയാം, നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളതിൽ പലതും ഇതിന് ആവശ്യം ഉണ്ടാവുമെന്ന് വെച്ച് എടുത്ത് വെക്കുന്നുണ്ടാവും. അങ്ങനെ എടുത്ത് വെച്ച് ഒരുപാട് സാധനങ്ങളാവും. ചെറിയ പേപ്പറായിരിക്കും, ചില ഫോട്ടോ ആയിരിക്കും, അങ്ങനെ പല സാധനങ്ങളും, കവറുകളായിരിക്കും. ഇതൊക്കെ കൂടി ഒരുപാടാവും. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് തന്നെ ഒരു നെഗറ്റീവ് എനർജി വിളിച്ചു വരുത്താനുള്ള ഒരു കാരണമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ കൂട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന തുണികളൊക്കെ നമ്മളിങ്ങനെ കൂട്ടി വെക്കുന്നുണ്ടാകും. അതൊക്കെ കത്തിച്ച് കളയുക. അതുപോലെ തന്നെ മാറാല പ്രത്യേകം ശ്രദ്ധിക്കുക. മാറാല കെട്ടാതിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അടിച്ചുവാരി മുക്കും മൂലയൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി മാറാലയൊക്കെ പൊടിയൊക്കെ തട്ടി വീട് പൂർണ്ണമായും വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും വൃത്തിയാക്കണം. കാരണം അവിടെ വേസ്റ്റും കണ്ടൊന്നും കൂട്ടി വയ്ക്കാതെ വീടിൻ്റെ 4 ഭാഗവും നമ്മൾ വൃത്തിയാക്കണം. പണ്ടൊക്കെ കൃത്യമായിട്ട് നമ്മളതൊക്കെ അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് മൂലം പലതും ഒഴിവാക്കി വിടുന്ന ഒരു സമ്പ്രദായത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് വേണ്ട തുളസിയൊക്കെ വളരെ നന്നായി പരിപാലിക്കേണ്ട ഒരു കാലമാണ്. ശ്രീ ഭഗവതിയെ വരവേൽക്കാനായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തുളസി ഭഗവതിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അറിയാലോ. അതുകൊണ്ട് തുളസിയൊക്കെ നമ്മൾ നന്നായിട്ട് പരിപാലിക്കുക. നമ്മളെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട പൂച്ചെടികളൊക്കെ, ഇപ്പോൾ പൂച്ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജയ്ക്കായിട്ട് എടുക്കുന്ന ചെടികളൊക്കെ നമ്മൾ പരിപാലിക്കേണ്ട സമയമാണ്. കാരണം നമ്മൾ ദിവസേന കർക്കിടക മാസത്തിൽ വിശേഷിച്ചും ധാരാളമായിട്ട് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ മിക്ക ആളുകളും വീട്ടിൽ ഭഗവത് സേവയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കർക്കിടക മാസത്തിൽ. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായ പൂക്കൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ, നമ്മളെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഐശ്വര്യം. അപ്പോൾ അതിനുള്ള പൂക്കളൊക്കെ നമ്മളായിട്ട് വെച്ച് പിടിപ്പിച്ച് തുടങ്ങുക. പ്രത്യേകിച്ചും ധാരാളം തുളസി നട്ട് വെച്ചോളൂ. അതുപോലെ തന്നെ സാധിക്കുമെങ്കിൽ ദശപുഷ്പങ്ങളൊക്കെ ചുറ്റുമുള്ളതിനെയൊക്കെ ഒന്ന് പരിപാലിക്കുക. അതങ്ങനെ തന്നെ വളർന്നോളും ദശപുഷ്പങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കുക. കുറച്ചധികം തൊടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ പറമ്പിലൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടാവും. അതിനെയൊന്നും പറിച്ച് കളയാതിരിക്കുക. കാരണം നമ്മൾ ദശപുഷ്പം എല്ലാ ദിവസവും നമ്മൾ കർക്കിടക മാസത്തിൽ വെക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെയൊക്കെ പരിപാലിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധയോടുകൂടി 2 ദിവസം എടുത്തിട്ടാണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഒരു ഐശ്വര്യം വന്നു ചേരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.